പേര് ജെസ്സി. ഞാൻ വരുന്നത് മേലൂരുള്ള നടുത്തുരു തടവകയിൽ നിന്നാണ്. അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ കുടുംബത്തിനെ മാറ്റിയതിനോർത്ത് അമ്മയ്ക്കും തിരുകുമാരനും 1000 ഞാൻ നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ജൂലൈ 2023 ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് എൻ്റെ മകൻ. അവൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 എക്സാം അവൻ ആ സമയത്ത് പാസ്സായിട്ടുണ്ടായിരുന്നു. അവന് പുറത്തേക്ക് പോകുന്നതിനും നേഴ്സിങ്ങിന് എത്രയും വേഗം അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു. ആ വർഷം തന്നെ ഒക്ടോബറിൽ അവൻ പോകാൻ സാധിച്ചു. പക്ഷേ പോയതിന് ശേഷം അവന് ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ നേരിടേണ്ടി വന്നു. അവൻ്റെ കെയർ ഹോമിൽ അവൻ പ്രാക്ടിക്കൽ ചെയ്യുന്നിടത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും അവിടെ കുറേ ഡിസ്ക്രിമിനേഷൻസ് ഇന്ത്യൻ ആയതുകൊണ്ടുള്ളതും അവൻ ഒറ്റയ്ക്കായിരുന്നതുകൊണ്ടും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. പിന്നെ ഭാഷയുടെ ഒരുപാട് പ്രോബ്ലങ്ങളും. അപ്പോൾ അവൻ അവിടെ നിന്ന് മാറേണ്ടി വന്നു വേറൊരു കെയർ ഹോമിലേക്ക്. അപ്പോൾ ആ സമയത്ത് അവൻ്റെ വിസയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അത് കിട്ടാനും പിന്നീട് അത് പുതുക്കി കിട്ടാനും ആ സമയത്തിനുള്ളിൽ പരിമിതിക്കുള്ളിൽ കിട്ടാൻ പറ്റാത്തൊരവസ്ഥ വന്നു. വേറെ ആരെയും അപ്രോച്ച് ചെയ്യാൻ അവന് പറ്റിയിരുന്നില്ല. കാരണം അവന് പുതിയതായതുകൊണ്ടും അവിടുത്തെ ആരും അറിയുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ അവൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പറയുമ്പോൾ ഇവിടെ അമ്മയോട് പ്രത്യേകം ഞങ്ങൾ കുടുംബം മുഴുവനും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ എമിഗ്രേഷൻ ഓഫീസിൽ പോകും. അപ്പോൾ അവർ അതിൻ്റേതായ പ്രൊസീജിയർ സമയത്തിന് അവന് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതും. അങ്ങനെ ഇരിക്കെ അവിടെ പോരേണ്ട അവസ്ഥ തന്നെ വന്നു. അവർ പറഞ്ഞിരുന്നത് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാനാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ തിരിച്ചു വരാനുള്ളൊരവസ്ഥ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം അത് അസാധ്യമാണ്. അങ്ങനെ ഇരിക്കെ പോരണം എന്നുള്ളതിലിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ശക്തമായ പ്രാർത്ഥന പരിശുദ്ധ അമ്മയോട്, ഇവിടെ കൃപാസന മാതാവിനോട് ഞങ്ങൾ എങ്ങനെയും അമ്മ ഇതിൽ ഇടപെടണം. അങ്ങനെ ഇരിക്കുക അവനൊരു ടീച്ചർ, അവൻ്റെ അവിടുത്തെ ജർമ്മൻ ടീച്ചറെ കണ്ടു. ആ ടീച്ചർ അവരടുത്തെ ഒരു ലീഗൽ അഡ്വൈസറായിട്ട് ഒന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ അവനവിടെ ചെന്ന് കണ്ടപ്പോഴാണ് അവരത്രയും പരിശുദ്ധ അമ്മ തന്നെയായിരുന്നു അതവിടെ. അവൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തി കൊടുത്തു. ഇവനവിടെ കണ്ടിന്യൂ ചെയ്യാനും സാധിച്ചു. അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എനിക്ക് എൻ്റെ ഇളയ മക്കൾ ട്വിൻസാണ്. അവർക്ക് +2 ഞാൻ ഇവിടെ നിയോഗത്തിൽ വെച്ചിരുന്നു അവർക്ക് ഫുൾ A+ കിട്ടാൻ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത് ഒരെണ്ണം കുറവായിരുന്നു. അതായത് കെമിസ്ട്രിയിൽ അത് കുറവായിരുന്നു. പക്ഷെ അവരുടെ ആഗ്രഹമായിരുന്നു നഴ്സിംഗ് പഠിക്കണമെന്ന്. പക്ഷേ നഴ്സിംഗിൽ സയൻസിലാണ് മാർക്ക് കൂടുതൽ വേണ്ടത്. ആ മാർക്ക് വെച്ച് നോക്കുമ്പോൾ അവർക്കത് കിട്ടില്ല ഒരിക്കലും. ശരിക്കും ഓവറോൾ അവർക്ക് 95ൻ്റെ അടുത്തുണ്ട്. പക്ഷേ അത് മാത്സിലാണ് അവൾ സ്കോർ ചെയ്ത് നിൽക്കുന്നത്. ആ വർഷം കെമിസ്ട്രി ഭയങ്കര ടഫായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് സെമ്മിൽ. അപ്പം ഇമ്പ്രൂവ്മെൻ്റ് ഒന്ന് എഴുതി നോക്കാമെന്ന് വിചാരിച്ച് ഇവരോട് ഞാൻ പറഞ്ഞു, ഇമ്പ്രൂവ്മെൻ്റ് എഴുതി മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയപ്പം പേപ്പർ നല്ല എളുപ്പമായിരുന്നു. ഇവരുടെ സ്കോർ, അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ സ്കോർ കൂടി. അങ്ങനെ ഇവർ വിചാരിച്ച് അത് അമ്മ അവിടെ ഇടപെട്ടത് കൊണ്ട് ശരിക്കും ഇവർക്ക് അന്ന് ഫുൾ A+ കിട്ടിയാലും ഇവർ ഒരിക്കലും ഇമ്പ്രൂവ്മെൻ്റ് എഴുതില്ല. അത് കിട്ടാത്തത് അമ്മ എല്ലാം നല്ലതിന് വേണ്ടിയാണ്. റോമ 8:28 ഞാനിതിൽ ഓർക്കുന്നു ഇപ്പോഴും. ആ വചനത്തിൻ്റെ ശക്തി ഞാൻ ഇവരോട് പറഞ്ഞതൊക്കെ നന്മയ്ക്കായിട്ട് ഭവിക്കുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ഇവർക്ക് ഞാൻ വെച്ച ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അങ്കമാലി LFലാണ് ഞങ്ങൾ വെച്ചത്. അതിൽ തന്നെ അവർക്ക് ഒരാൾക്ക് ആദ്യത്തെ അലോൺമെൻറ്റിൽ തന്നെ വന്നു, രണ്ടാമത്തെ ആൾക്ക് അത് രണ്ടാമത്തെ ചാൻസിൽ വന്നു. അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഓർത്ത് അമ്മയ്ക്ക് ഒരുപാട് നന്ദി. അമ്മയ്ക്കും തിരുക്കുമാരനും കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത്. ഞങ്ങളുടെ അടുത്തുള്ള അവിടെ ഒരു അനാഥാലയം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പോയിട്ട് അവർക്ക് വേണ്ടി കുറച്ച് അവിടെ സഹായിക്കാൻ ചെയ്തിരുന്നു. പിന്നെ ഞങ്ങളിലാവുന്ന സാമ്പത്തിക സഹായം അവിടെ പാവപ്പെട്ടവർക്ക് ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. പിന്നെ ഫുഡ് ഹോസ്പിറ്റലുകളിലേക്ക് അങ്ങനെ കൊണ്ടുപോയിരുന്നു. പിന്നെ പത്രം ഞാൻ ഇതുപോലെ തന്നെ ഞങ്ങളുടെ കൂടുതലും ഞാൻ മാർക്കറ്റുകളിലാണ് കൊണ്ടുകൊടുത്തിരുന്നത്, ഓട്ടോ സ്റ്റാൻഡിലും. അങ്ങനെ ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞങ്ങളുടെ കുടുംബമടക്കം ഇവിടെ ഇവരിപ്പം +2 പഠിക്കണത് നേഴ്സിംഗ് ആയതുകൊണ്ടാണ് വരാൻ ബുദ്ധിമുട്ട്. അതുവരെ ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു. കുമ്പസാരം മുടങ്ങിയിട്ടില്ല. ബൈബിൾ വായന ഇപ്പോൾ ഒരു ദിവസത്തിൽ കുറഞ്ഞു പോയാൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് ഞാൻ പിറ്റേ ദിവസം അത് അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കുമായിരുന്നു. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചെയ്തെന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇനിയുള്ള ജീവിതവും ഞങ്ങൾക്ക് അമ്മയോടൊത്തും ഉടമ്പടിയിലായിരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അമ്മയോട് ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി.